നല്ല രീതിയിൽ പാകം ചെയ്യണതും ആ പഴയ ചിട്ടയിൽ ചെയ്യണതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നല്ല ഭക്ഷണം ആയിരിക്കണം എന്നുള്ളത്. നമുക്ക് വേണ്ട പുരോഗതി ആശുപത്രിയുടെ എണ്ണം കൂടുതലല്ല, നമ്മളുടെ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇടവിളകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തേങ്ങയുടെ എണ്ണവും കൂടി മറ്റുള്ള വിളകളും വന്നു തുടങ്ങി. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇതൊന്നും പോരാൻ പറ്റില്ല. അത് ആ സന്തോഷങ്ങളും ശക്തി. അതെ 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 അതെ. മണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ തനി വെള്ള പൂഴിയായിരുന്നു. എന്റെ മണ്ണ് നന്നായത് പശുക്കള് വന്നതിന് ശേഷം ആൾക്കാരെ അവർക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ചകിരിയും മോലയും മടലും എല്ലാം പൊടിച്ച് കമ്പോസ്റ്റ് ആക്കുക. ഇവിടുന്ന് എന്ത് വേസ്റ്റ് കിട്ടണോ എല്ലാറ്റിനും ഭൂമിയിലേക്ക് തന്നെ ആക്കുക എന്നുള്ളതാണ് ചെയ്യണത്. തേങ്ങ വറുത്ത മസാലയാണ് ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത്. 12 മണിക്കൂറൊക്കെ പിടിക്കും തേങ്ങ വറുത്ത് വരണമെങ്കിൽ. പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ വീടായിട്ട് തന്നെയാണ് തുടങ്ങിയത്. നമുക്ക് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ബിൽഡിങ് മാറണ്. നമ്മളിപ്പോ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള വട്ടത്താണിയിലാണ്. അപ്പോൾ വട്ടത്താണിയിൽ ഇവിടെ സുഷാസ് ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ഫാം ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ അവരുടെ ഫാമിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ പുറകുവശത്തുള്ള ഈ തോട്ടത്തിൽ നിന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ എല്ലാ എന്താ പറയുക അതിന് ആവശ്യമായ ഓർഗാനിക് കൃഷി രീതിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാമും ഇത് നടത്തുന്നത് സുഷമ എന്ന് പറയുന്ന ഒരു വനിതയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക ഒരു ഇച്ഛാശക്തിയാണ് ഇതിനൊക്കെ പുറകിൽ, ഈ ഒരു വലിയൊരു ഫാമിന് പുറകിൽ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ സുഷമ ചേച്ചി, അതായത് അവരുടെയാണ് ഈ ഒരു ഫാം സുഷാസ് ഫുഡ് പ്രൊഡക്റ്റ് അല്ലേ? അതായത് ഒരു സ്റ്റാർട്ടപ്പാണ് സത്യത്തില്. 4 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പോ എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിന്റെ പിന്നില് ഈ ഒരു ഫുഡ് പ്രോഡക്റ്റ് വെച്ചാൽ മറ്റുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ഓർഗാനിക് ആണല്ലോ അല്ലെ? ഇങ്ങനെ ഒരു ഓർഗാനിക് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു ചിന്ത എങ്ങനെ വന്നപ്പോ? കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതിനെ എങ്ങനെ നിലനിർത്തണം എന്നുള്ള നിൽക്കുമ്പോൾ നമുക്ക് കൃഷി ചെയ്താൽ അതിനുള്ള അതായിട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വലിയ വരുമാനമൊന്നും വരണമെന്നില്ല. പക്ഷെ ഇതെന്നും കാലം ആ സന്തോഷം നിലനിർത്തണമെങ്കിൽ കൃഷി തുടർച്ചയായിട്ട് ചെയ്തു പോകണം. അപ്പോൾ തുടർച്ചയായിട്ട് ചെയ്തു പോകണമെങ്കിൽ കുറച്ചും കൂടി വില കിട്ടണം. പിന്നെ കൂടുതൽ ആശയം എന്താ വെച്ചാൽ അങ്ങനെ തോന്നിയത് നല്ല ഭക്ഷണം ആയിരിക്കണം എന്നുള്ളത്. നല്ല ഭക്ഷണം, എനിക്ക് ഭക്ഷണം നല്ല രീതിയിൽ പാകം ചെയ്യണതും അതൊരു ആ പഴയ ചിട്ടയിൽ ചെയ്യണതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അത് എങ്ങനെ അന്നത്തെ പഴയ കാലത്തുള്ള നന്മേനെ എങ്ങനെ നിലനിർത്തിയിട്ട് ഉള്ള നല്ല ഭക്ഷണത്തിന് കൊടുക്കാൻ എനിക്ക് തന്നെയുള്ള ഒരു താല്പര്യം. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിലൊരു അറ്റാച്ച്മെന്റ് കൂടുതൽ ഉണ്ടായിരുന്നു. പിന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെ നിലനിർത്തണമെങ്കിൽ ഒരു ആ ഇഷ്ടങ്ങളെ നിലനിർത്താൻ ആക്കണം എന്ന് അതിന്റെ ഒപ്പം പ്രകൃതിന്റെ ആ ഒരു നല്ല വായു ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ മൈൻഡ് ക്ലിയർ ആയിരിക്കണം. പിന്നെ വേറൊരു ജോലിയിൽ നിന്ന് നമുക്ക് അത്രത്തോളം സന്തോഷം എനിക്ക് കിട്ടുന്ന എനിക്ക് അത്രത്തോളം കൃഷി ചെയ്യാതെ ആദ്യം ഞാൻ ഇവിടെ 12 വർഷമായി ഇവിടെ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ടെറസിന്റെ മേലെ ഉള്ള ആ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ്. കാരണം വന്ന് നോക്കലൊക്കെ ബുദ്ധിമുട്ടായി. പിന്നെ ഇവിടെ വീട് വെച്ചതിന്റെ ശേഷം കൂടുതലായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയ പിന്നെ ആ കൂടുതലുള്ള സാധനങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് പിന്നെ തെങ്ങാണ് കൂടുതൽ. അപ്പോൾ തെങ്ങിനെ വെച്ചാൽ നമുക്കതൊന്ന് ഇപ്പൊ നോക്കുന്ന സമയത്ത് അതിന് കൂലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിലെ ഇടവിളകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തേങ്ങയുടെ എണ്ണവും കൂടി അതിന്റെ ഒപ്പം മറ്റുള്ള വിളകളും വന്നു തുടങ്ങി. പിന്നെ അതിനെ ഒന്നും കൂടി നല്ല നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. നമ്മളൊരു സാധനം കൊടുത്താൽ അത് വിശ്വസിച്ചിട്ട് അത് എത്രത്തോളം നന്നായിട്ടാണ് നമ്മൾക്ക് തിരിച്ചെത്തുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഭക്ഷണം എനിക്ക് വിശ്വസിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി. ഇപ്പൊ ഞാനൊരു സാധനം ഉണ്ടാക്കി കൃഷി ചെയ്ത് കൊടുത്താലും അത് നല്ല രീതിയിൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ കൊടുക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു ബോധ്യം, അതെ നമ്മളിൽ തന്നെ ഒരു ബോധ്യം വരുത്തിച്ചിട്ട് അപ്പോൾ ആ കഴിക്കുന്ന പക്ഷെ അങ്ങനെ ചെയ്യാൻ അതാണ് ഒരുപാട്. പിന്നെ ആശുപത്രികൾ ഇന്നൊക്കെ
നമ്മൾ ചിലപ്പോൾ പുരോഗതി നമ്മൾക്ക് ഒരുപാടുണ്ട്, പക്ഷെ ആശുപത്രികളുടെ എണ്ണം കൂടിയിട്ടാണ്. പക്ഷെ നമുക്ക് വേണ്ട പുരോഗതി ആശുപത്രിയുടെ എണ്ണം കൂടലല്ല, നമ്മളുടെ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒക്കെ ചെറിയ ചെറിയ ഒരു കാഴ്ചപ്പാടുകൾ ഇങ്ങനെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇതൊന്ന് പോരാൻ പറ്റില്ല. കാരണം അത് ആ സന്തോഷങ്ങളും ആ ശക്തി. അതെ 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 അതെ. തെങ്ങാണ്. പിന്നെ അതിന്റെ ഇടവേളയായിട്ട് മഞ്ഞള്, ഇപ്പൊ മുളക് ചെയ്യുന്നുണ്ട്, കറിവേപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണോ ആവശ്യം അതിനെ കൂടുതൽ കൃഷി ചെയ്യാന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റ് ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നത്? പ്രൊഡക്റ്റ് ഇവിടെ തന്നെ. ഇതിനോട് ഫാക്ടറി, ഇതിനോട് അടുപ്പം അടുത്ത പറമ്പില്. ഇവിടെ മഞ്ഞളായിരുന്നു ഇവിടെയൊക്കെ. ഇവിടെ അവിടെയൊക്കെ മഞ്ഞൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മുളകും തൈ വെച്ചിട്ടുണ്ട്. മഞ്ഞൾ കഴിഞ്ഞു, മുളകിലേക്ക് വെച്ച്. മുളകൊക്കെ നമ്മളിപ്പോ എത്ര നമ്മൾക്കുള്ള ഒരുവിധ സാധനം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2500 തൈയാണ് മുളകും തൈ വെച്ചിരുന്നു. ഒരുവിധം 3/4 ഭാഗവും നമുക്ക് അന്ന് അത്ര നമുക്ക് ആൾക്കാർ കുറവായിരുന്നു. പക്ഷെ പിന്നെ 10,000 തൈ വെച്ചു. അത് കുറച്ചൊന്ന് ഒരു നന്നായില്ല അത്രത്തോളം. എന്നാലും ഇപ്പൊ പുതിയത് ഒരു വേറെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഒരു 2000-ന്റെ അടുത്ത് ഇപ്പൊ വെച്ചിട്ടുണ്ട് ഈ മാവ്. എന്റെ അച്ഛൻ ഇവിടെ വെച്ചു. എന്റെ പേരില് ഇവിടെ ഒരു മാവ് വേണമെന്ന് പറഞ്ഞു. മാവ് കായ്ക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഹസ്ബൻഡും ഭയങ്കരമായിട്ട് കൃഷിനോട് താല്പര്യമുള്ള ആള്. ഇവിടേക്ക് വീട് വെക്കുമ്പോ തന്നെ ഞാൻ കുറച്ച് പശുക്കളെ മേടിച്ചു തരാൻ പറയായിരുന്നു. അന്ന് ഞാൻ വിചാരിക്കും ഈശ്വരൻ ഞാൻ ഒറ്റയ്ക്ക് പശുക്കളെ എങ്ങനെ നോക്കുന്നൊക്കെ. ഇപ്പൊ 25ഓളം. ആടുണ്ട്. അത് പേരക്കുട്ടിക്ക് വേണ്ടി മേടിച്ചതായിരുന്നു. പിന്നെ അവളും ഇതേപോലെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഇത് വെണ്ടയാണ്. ഇത് നാരായണേട്ടൻ തന്ന തക്കാളി ഒന്ന് വിത്ത് കൊണ്ടുവന്നിരുന്നു. അതിന്റെ തൈകൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വെച്ചതാണ്. പിന്നെ ഇവിടുന്ന് ഡ്രാഗൺ വെച്ചിട്ട് ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇങ്ങനെയാക്കിയതാണ്. അങ്ങനെയാക്കി ഇങ്ങനെ പില്ലർ വെച്ചിട്ട്. അപ്പൊ അതിൽ കൂട് കഷ്ണങ്ങൾ കഴിഞ്ഞൊല്ലൊക്കെ കായ്ച്ചിരുന്നു. ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരു വഴീനെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടേ ഒരു വരുമ്പോ ഒരു പൂക്കളൊക്കെ വരുമ്പോ നിറഞ്ഞിരിക്കുമ്പോ ഒരു ഭംഗിയല്ല. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അങ്ങനെയാക്കി അതിനപ്പുറത്തേക്ക് ഗാർഡനും വെച്ച്. ഇതാണ് പശുക്കള്. എല്ലാ ഐറ്റം ഇന്ത്യൻ ബ്രീഡുകൾ മാത്രമാണ്. നാടൻ പശുക്കൾ മാത്രം. കൂടുതൽ ഞാൻ എന്താ വെച്ചാൽ നമ്മളുടെ പഴയ കാലങ്ങളുടെ ആ ഒരു അതിന്റേതായ ഗുണമുണ്ട്. മണ്ണിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വരും. പിന്നെ ഇവിടെ ഈ നാടൻ പശുക്കളുടെ അടുത്ത് ഓക്സിജന്റെ ഒക്കെ അംശം കൂടുതലാണ്. അതെ 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 മാറ്റങ്ങളുണ്ട്. എന്റെ മണ്ണ് നന്നായത് പശുക്കൾ വന്നതിന് ശേഷം. ഇവിടെ നിറച്ച് കീടായിരുന്നു. പിന്നെ മണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ തനി വെള്ള പൂഴിയായിരുന്നു. പശുക്കൾക്ക് വൈക്കോല്, പുല്ല്, തീറ്റപ്പുല്ല് വെച്ചിട്ടുണ്ട്. 1 ഏക്കറിൽ തീറ്റപ്പുല്ല് വെച്ചിട്ടുണ്ട് ഉണ്ട്. പിന്നെ അതല്ലാതെ ചോളത്തവിട്, ഫുഡ് പ്രോഡക്ട്സില് വെളിച്ചെണ്ണയ്ക്കുള്ള തേങ്ങാ പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക്, ചെറുപയർ തോലൊക്കെ മേടിക്കും. തൈര് ഇതിന് തന്നെ പോവാണ്. ഫുഡ് പ്രോഡക്റ്റിലേക്ക് പോവാണ്. ഏറ്റവും നെയ്യായിട്ട് കൊടുക്കും. തൈര് എന്താണ് തൈര് മുളക് കൊണ്ടാട്ടായിട്ട് പോവും. പിന്നെ അതല്ലാതെ തൈര് ആയിട്ട് വന്ന ആൾക്കാർ ചോദിക്കും. പാല് കൊടുക്കണം, അത് കുറവാണ്. എന്നാലും ഇപ്പൊ ചില ആൾക്കാരൊക്കെ പാല് അന്വേഷിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പാലിനെക്കാട്ടും കൂടുതൽ ഇതിന്റെ ആവശ്യം ശരിക്ക് വളത്തിന്റെ ആവശ്യമാണ്. ഇപ്പോഴും നമ്മളെ വളം ഞാൻ ഇപ്പൊ പുറത്തുനിന്ന് ഒരു തരി വളം മേടിക്കാറില്ല. ഇത് കുട്ടികൾ ഇവിടെ ഉണ്ടായ കുട്ടികളെ മാത്രം. പിന്നെ വെച്ചൂര് ഇത് സഹിവാളിന്റെ കുട്ടിയും മറ്റേത് റാത്തിയുടെ കുട്ടിയാണ്. എന്നും പുറത്തേക്ക് കെട്ടും. ഇവിടെ കണ്ടപ്പോ ഏറ്റവും വലിയൊരു പ്രത്യേകത നീറ്റ്നെസ്സാ. ഭയങ്കര നീറ്റാണ് എന്നുള്ളതാണ്. നമ്മളെ വീട് പോലെ തന്നെ വളരെ നീറ്റായിട്ട്. അത് എനിക്ക് നിർബന്ധമാണ്. അതേപോലെ എവിടെ ആയാലും പറമ്പായാലും നീറ്റായിട്ട് കിടക്കണം എന്നുള്ളത്. ആട് തന്നെ ഉള്ളൂ. അതായത് 2 കുട്ടികളും ഇതിന്റെ പെണ്ണാടും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ എന്താണ് ഭയങ്കര സ്നേഹം. അവരെ ആൾക്കാരെ അവർക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷെ ചെറുപ്പക്കാരിത്തിയാണ് ആള്. 2 വയസ്സ്. ഭയങ്കര പെറ്റാ. ഭയങ്കര താല്പര്യമുള്ള. ഇതിന്റെ കുട്ടി അവിടെ ഉള്ള ഒന്നിന്റെ കുട്ടിയാണത്. നല്ല ഇണക്കമുണ്ട്. നല്ല ഇണക്കുള്ള സാധനം. നല്ല അതെ. ഒരാളടുത്തേക്ക് പോകുമ്പോ മറ്റാൾക്ക് ഇത്തിരി അസൂയൊക്കെ. ഇത് വെച്ചൂരിന്റെയും കാസർഗോഡ് കൊള്ളതിന്റെയും കൂടി ക്രോസ് ആണ്. അതൊക്കെ വെച്ചൂര്. അത് വെച്ചൂര്. ഞങ്ങൾ എന്താ വെച്ചാ ചകിരിയും മോലയും മടലും എല്ലാം പൊടിച്ച് കമ്പോസ്റ്റ് ആക്കുക. പശുക്കൾക്ക് കഴിക്കാൻ പറ്റാത്ത തരം ഉണ്ടാവുമല്ലോ,
ബാക്കി ഫുള്ള് പൊടിക്കുക. എന്തൊരു വേസ്റ്റ് എന്താ ഉള്ളത്, വാഴേൻ്റെ ഇല ആയാലും എല്ലാം പച്ചപ്പുല്ലോ ആയാലും ഇവിടുന്ന് എന്ത് വേസ്റ്റ് കിട്ടണോ അതിനെ എല്ലാറ്റിനും ഭൂമിയിലേക്ക് തന്നെ ആക്കുക എന്നുള്ളതാണ് ചെയ്യണത്. കറിവേപ്പിലയാണത്. ഇത് മുഴുവൻ ഒരു 10-250 കറിവേപ്പും തൈയുണ്ട്. അത് മുഴുവനും നമ്മളെ അച്ചാറിലേക്ക്, തേങ്ങ വറുത്ത മസാലയിലേക്ക്. ഇത് ഇവിടുന്ന് ഇന്ന് വരെ ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ടില്ല. ഞാൻ ആദ്യം ഇവിടെ അടുത്ത വീടുകളിൽ നിന്ന് തുടക്കത്തിൽ മേടിച്ചു, പിന്നെ ഞാൻ തൈ വെച്ചു. വെട്ടി കൊടുക്കുന്നതാണ്. വെട്ടി കൊടുത്താലേ കൂടുതൽ ഇതായിട്ട് വരുള്ളൂ. അപ്പൊ നമ്മളടുത്തു നിന്നുള്ള സാധനം നമുക്ക് എത്രത്തോളം വിശ്വസിച്ച് കൊടുക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. അതെ. ഇതൊരു ചെറിയ വീടായിരുന്നു. ഞങ്ങൾ വീട് ഇവിടെ സ്ഥലം എടുക്കുമ്പോ തന്നെ ഈ വീടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനെ മാറ്റം വരുത്തി ഇങ്ങനെ ആക്കിയതാണ്. കുറച്ച് മാറ്റം വരുത്തി പ്രൊഡക്ഷൻ നടക്കണം. ഈ വീടായിട്ട് തന്നെയാണ് തുടങ്ങിയത്. പിന്നെ നമുക്ക് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ബിൽഡിങ് മാറണ്. ഇത് ഞങ്ങള് തേങ്ങ ഉണക്കുന്നതാണ്. ഇതിപ്പോ ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതില് തീ കത്തിക്കും, പുക കൊള്ളില്ല എന്നുള്ളതാണ് ഇതിലുള്ള നമ്മളൊരു വെന്ത വെളിച്ചെണ്ണന്റെ ഒരു അടുത്ത രുചി വരും ചെയ്യും. അതായത് ഇതിന്റെ ഉള്ളിലിട്ടിട്ട് തേങ്ങ വെട്ടിയിടും. വെട്ടിയിടും. അപ്പൊ അതിങ്ങനെ പൊളിച്ചിട്ടോണ്ട് ഇങ്ങനെ വെച്ചതാണ്. വെട്ടിയിട്ടിട്ട് ഇതില് കത്തിക്കും. ചൂട് ഇത് കൂടെ പാസ് ചെയ്യണതിന്റെ ഇതും കുരുടീസാണ്. ഈ കുരുടീസിന്റെ ഉള്ളിൽ കൂടെ ഇതിന്റെ ഉള്ളിലെ ഹോളുണ്ട്. അപ്പൊ ആ ചൂട് ഇത് കൂടി സ്പ്രെഡ് ആവും. ഒരു 4000 തേങ്ങ 2 ദിവസം ഉണങ്ങി കിട്ടും. തേങ്ങ എല്ലാ ഉൽപ്പന്നങ്ങളൊക്കെ അതെ. വെളിച്ചെണ്ണ, ചമ്മന്തിപ്പൊടി, തേങ്ങ വറുത്ത മസാല, പിന്നെ തേങ്ങന്റെ അച്ചാറ്, തേങ്ങ വെന്ത വെളിച്ചെണ്ണ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക്. മരച്ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുണ്ട്, സ്റ്റീൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുണ്ട്. പിന്നെ അതേപോലെ വിളക്കെണ്ണയുണ്ട്. അപ്പൊ ഇതില് നമ്മള് തേങ്ങ കുറച്ച് മോശമുള്ള കപ്രേനെ മാറ്റിയിട്ടിട്ട് പിന്നെ എന്താണ് വിളക്കെണ്ണയിലേക്കുള്ള അതാക്കി മാറ്റുന്നത്. ഇതാണ് മരച്ചക്ക്. ഇത് മരച്ചക്ക്. നമ്മളിപ്പോ ഒന്നിച്ചുണ്ടാക്കി വെച്ചാൽ എല്ലാ ദിവസവും വറക്കുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നിച്ച് ചക്കിലാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഊറി കിട്ടണ്ടേ. നമ്മള് ഫിൽറ്റർ ചെയ്യണില്ല. ഇല്ല. അപ്പൊ നാടൻ ശൈലിയിലുള്ള രീതിയിൽ തന്നെ ഊറി വരുന്ന അത് 3 പ്രാവശ്യമായിട്ട് നമ്മൾ തുണിയിൽ ഊറ്റി വെക്കുന്നത്. ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ഫിൽറ്റർ തുണി വെച്ചിട്ട് ഇതാക്കും. പിന്നെ ഇരുന്നിട്ടൊന്നും ഊറാണ്ടല്ലോ, അങ്ങനെ ഊറിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ പഴയ ഇപ്പോഴത്തെ ഫിൽറ്ററിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇതില് മരച്ചക്കിലാട്ടിണ്ടെങ്കിൽ വളരെ കുറച്ച് എണ്ണ കിട്ടുള്ളൂ. അല്ല 55% കിട്ടുള്ളൂ. അപ്പൊ അതിന് നമുക്ക് കൊപ്രയായിട്ട് കൊടുക്കാൻ പറ്റില്ലായിരുന്നു പശുക്കൾക്ക്. അല്ല പിണ്ണാക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ സ്റ്റീൽ ചക്ക് മേടിച്ചു ഒന്നും കൂടി. അപ്പൊ ഇതിന്റെ അടുത്ത ക്വാളിറ്റിയിൽ തന്നെ ഇത് കിട്ടി. എന്നാലും പൾവറൈസറിൽ ആട്ടണേക്കാട്ടി രണ്ടും മെച്ചപ്പെട്ട ക്വാളിറ്റിയിൽ നമുക്ക് വെളിച്ചെണ്ണ കിട്ടും. പിണ്ണാക്ക് വേറെ. ഇത് തേങ്ങാപ്പാൽ എടുക്കുന്ന മെഷീനാണ്. തേങ്ങാപ്പാൽ എടുക്കണം. വെന്ത വെളിച്ചെണ്ണ ഉണ്ട്. തേങ്ങാപ്പാലായിട്ടില്ല. ഞാൻ ഒന്നും പ്രിസർവേറ്റീവ്സ് ചേർത്തത് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ തേങ്ങാപ്പാൽ നിൽക്കുന്നക്ക് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ അത് കാരണം ഞാൻ ഇതുവരെ ഇനിയിപ്പോ ആരെങ്കിലും കാറ്ററിംഗുകാരൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സദ്യക്കൊക്കെ ചിലവര് ചിലപ്പോ ഒന്ന് ചെയ്തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതില് തേങ്ങ ചിരകിടുക, ഇത് കൂടെ പാല് വരും. ഇതിലെ ഈ ഓട്ടൂർലിയിലാണ് നമ്മള് വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടില്ലേ? ഓട്ടൂർലി ഉണ്ടാക്കിച്ചതാണ്. ഓട്ടൂർലിയിലാണെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ചെയ്ത് തന്ന. നമ്മളെ ഓട്ടൂർലിക്കുള്ള പ്രത്യേകത എന്താ വെച്ചാല് എല്ലാ ചൂടും ഒരേപോലെ ക്രമീകരിച്ച് കിട്ടും. വെന്ത വെളിച്ചെണ്ണ ഇതാണ് ഞാൻ തുടക്കം ഉണ്ടാക്കിയ സാധനം. തേങ്ങ വറുത്ത മസാലയാണ് ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത്. അത് ചെയ്യാൻ കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ രാവിലെ പോകുമ്പോ ധൃതി പിടിച്ചുള്ള പണികളാവും. അപ്പൊ നമ്മളെ പഴയ രീതിയിലുള്ള വറവില്ല, ടേസ്റ്റുകളില്ല. കറിക്കൊക്കെ ഉണ്ടായിരുന്ന ആ ടേസ്റ്റ് അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പൊ അപ്പൊ ഞങ്ങൾ തേങ്ങ വറുത്ത് റെഡിയാക്കി വെക്കായിരുന്നു. ഇതേപോലെ ജോലിക്ക് പോണ സ്ത്രീകൾക്ക് എളുപ്പമല്ല. അപ്പൊ സാമ്പാർ ഉണ്ടാക്കാനായാലും പിന്നെ കടലക്കറി ഉണ്ടാക്കാനായാലും ചിക്കൻ കറി ആയാലും പിന്നെ മത്സ്യക്കറി ആയാലും വറുത്തരച്ച എല്ലാ കറികൾക്കും പറ്റുന്ന രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അപ്പൊ അന്ന് ഉണ്ടാക്കിയപ്പോ ഓട്ടൂർലി എന്നെ ചെയ്തു തരാൻ പറഞ്ഞു. 6 മാസം പിടിച്ചു അവര് ഓട്ടൂർലിയിൽ ചെയ്തു തരാൻ. കാരണം ഇതോടാണ് കനം കൂടുതലല്ലേ. അപ്പൊ ഇവര് മെഷീനൊക്കെ കപ്പാസിറ്റി കൂട്ടണം. അങ്ങനെ 5-6 മാസം പിടിച്ചു അവര് ചെയ്ത് തരാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നി എന്താ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങ ഉണ്ടാക്കിയപ്പോ
വെളിച്ചെണ്ണ പുറത്തുകൊണ്ടുപോയി ആട്ടി വരുമ്പോഴേ ചിലപ്പോ കാറലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മരച്ചക്ക മേടിച്ചിട്ട് അതിലെല്ലാം വെളിച്ചെണ്ണ ഏറ്റവും ക്വാളിറ്റിയില് രീതിയിൽ 12 മണിക്കൂറൊക്കെ പിടിക്കും തേങ്ങ പുറത്ത് വരണമെങ്കിൽ. ഒരേ മൂപ്പില് കൃത്യം മൂപ്പില് വേണ്ടേ. അപ്പൊ ഏറ്റവും ചെറിയ മൂപ്പില് അല്ലെങ്കിൽ ഇരിക്കില്ല. പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത ഇതില് 15 കിലോ കൊള്ളുള്ളൂ. 15 കിലോ തേങ്ങ പച്ച തേങ്ങയും ബാക്കിയൊക്കെ കൂടെ വന്നാല് നമുക്ക് കിട്ടുന്നത് ഒരു 4-5 കിലോ കിട്ടുള്ളൂ. ഇപ്പൊ 1 കിലോ പച്ച തേങ്ങ അതിലേക്ക് വേണ്ട മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ഉള്ളിയും എല്ലാം കരിവേപ്പിലൊക്കെ ചേർത്ത് വറുത്ത് വരുമ്പോ 350 ഗ്രാം ആവശ്യക്കാർക്ക് ഓർഡർ എങ്ങനെ നമുക്ക് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്, അയച്ചു കൊടുക്കുന്നുണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ്. സുഷാസ് ഫുഡ് ആമസോണിൽ അടിച്ചാൽ തന്നെ ആളുകൾ. അതെ അതെ, അല്ലാതെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് അതിലേക്ക് ബാക്കിയായിട്ട് പിന്നെ ഓരോന്നോരോന്ന് ചെയ്യാൻ തുടങ്ങി. അച്ചാറ് വന്നു. ക്വാണ്ടിറ്റി ബൾക്കായിട്ട് വരുമ്പോ നമ്മൾ അതിനനുസരിച്ച് ഇതേ സാധനങ്ങൾ തന്നെ നമുക്ക് കൂട്ടുക. ഇത് മഞ്ഞൾ തോല് കളയാൻ വേണ്ടിയിട്ട് ഇത് പൊട്ടോട്ടോ പീലറിനാണ് ഇതിന് പറയുക. കാറ്ററിംഗ് യൂണിറ്റ് പൊട്ടോട്ടോ പീലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാനത് മഞ്ഞൾ പീലർ ആക്കി മാറ്റി തോല് കളയും. മഞ്ഞൾ ഇഞ്ചിയൊക്കെ അതിൽ തോല് കളഞ്ഞിട്ട് ഉണക്കും. അപ്പൊ എന്താ വെച്ചാൽ പുഴുങ്ങണില്ല, തോല് കളയണമുണ്ട്. അപ്പൊ നമ്മൾ ആ സാധനം അത്രയും ക്വാളിറ്റി കിട്ടും. ഇതില് പൊടിക്കും. മുളകും മഞ്ഞളും ഇതിൽ പൊടിക്കും. പൊടിക്കും. മുളക് മല്ലി ഒക്കെ ഇതിൽ തന്നെ, കുരുമുളക് ഒക്കെ ഇതിൽ പൊടിക്കും. അപ്പൊ ഇടിച്ചു പൊടിച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പഴയ കാലത്ത്. 2 ഒലക്കയും വന്ന് വീഴും. ഇവിടെ ഒരു തരിപ്പ വെച്ചു കൊടുക്കും. അപ്പൊ ഈ മെഷീൻ വർക്കണ സമയത്ത് തന്നെ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഒന്നും ഇങ്ങനെ വന്നോണ്ട് അല്ല, മെഷീനാണ് സംഭവം. അതെ അതെ. മാവുകളല്ലേ? ഓ, ഇതില് കൊറേ മാവ് വെച്ചിട്ടുണ്ടല്ലേ? ഈ കുളത്തിൽ നിന്നാണ് ഇതിലേക്കൊക്കെ വെള്ളം പോകുന്നത്. ഇതില് മീനുണ്ട്, കരിമീൻ ഇട്ടുണ്ട്. കരിമീൻ ഇട്ടുണ്ടോ? കരിമീനും ഉണ്ട്, വരാലും ഇത് ഇട്ടിക്കുന്നു. ബ്രാലും ഇട്ടിട്ടുണ്ട്. കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇനി കൂടുതൽ വേണ്ടി വരുമല്ലോ അടുത്ത സമയമാകുമ്പോഴേക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചകിരി അല്ല ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുളത്തിനെ വലുതാക്കിയതാണ്. ഇതില് പിന്നെ ഈ മൊത്തം 200 എണ്ണം വെച്ചിട്ടുണ്ട്. 200 എണ്ണം വെച്ചിട്ടുണ്ട്. കുരുമുളക് കയറ്റി വിടാൻ വേണ്ടിട്ട്. കോൺക്രീറ്റാ? അല്ല, മറ്റേ ആസ്പെറ്റോസിന്റെ. ഒരുപാട് പൈസയും ലാഭമാണ്. കാരണം മറ്റുള്ള ഇത് PVC മേടിക്കുന്നതിനെക്കാട്ടി ലാഭമല്ല. ഇങ്ങനെ വെറുതെ കുഴി കുത്തിയിട്ട് അതിൽ കുഴിച്ചിട്ടിക്കുക. 2 അടി താഴ്ചയിൽ കുഴിച്ചിട്ടു. അതിന്റെ ഉള്ളില് കോമ്പോസ്റ്റ് നിറച്ചു. ചകിരിനാര് നിറച്ചു. അപ്പൊ ഉള്ളില് ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിശേഷങ്ങളില്ലേ? സുഷാസ് ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഇങ്ങനെയാണ്. ഇതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവം. എന്തായാലും സന്തോഷം കാണാൻ പറ്റിയ. അല്ല, ഇതൊരു വലിയ യാത്ര. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റുക, പിന്നെ ഇതിന് നേതൃത്വം കൊടുത്ത് ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളതാ. എല്ലാതിന്റെ ഇടയിൽ കൂടെ നടക്കണ്ടേ, അതിന്റെ കാണുമ്പോൾ ഒരു വലിയൊരു സന്തോഷം. എന്തായാലും ഈ വീഡിയോ കാണുന്നവർ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഈ പ്രോഡക്റ്റിന് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് കാണാനായിട്ടെങ്കിലും വരും. കാരണം ഇതൊക്കെ അതെല്ലാം നമ്മൾ ഒന്നും കൂടി ശ്രദ്ധ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തൊരവസരം ഉണ്ടായി. കൊറോണയുടെ പ്രശ്നം വന്നു. അത് കഴിഞ്ഞപ്പോ മാർക്കറ്റിങ്ങിന്റെ കാര്യത്തില് പിന്നെ ഹസ്ബൻഡ് ഒരു കൊല്ലത്തോളം ഹോസ്പിറ്റലിലായി. അപ്പൊ എനിക്കിവിടെ വേണ്ട ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ഇപ്പോ ഇതിലേക്കൊക്കെ ഇറങ്ങിയതാവും മനസ്സിന് ഇങ്ങനെ ഒരു ഇതിലെങ്ങനെ പോണത്. ജീവനുള്ള ഒരുപാട്. അതെ അതെ, നാരായണേട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ് എന്നോട്. എന്തോ ഇതിന് പോകുമ്പോ സുഷമയ്ക്ക് എത്ര മക്കളുണ്ട്? 3 മക്കള്. സുഷമയ്ക്ക് 3 മക്കളാണെങ്കിൽ അപ്പൊ പറഞ്ഞതാ, സുഷമയ്ക്ക് ഇപ്പൊ അവിടെ ഞാൻ കണ്ടപ്പോ 1000 കണക്കിന് മക്കളുണ്ട്. ഒക്കെ സുഷമ വെച്ച് പിടിപ്പിച്ചല്ലേ.